എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സെക്കൻഡ് വേൾഡ് വാറും അതിനെ തുടർന്നുണ്ടായ അനന്തര സംഭവങ്ങളും, സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടൻ എന്ന രാജ്യത്തിന് എത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ എന്തായിരുന്നു ബ്രിട്ടൻ അവിടെ നിർവഹിച്ച റോൾ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ, ഇംഗ്ലണ്ടിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മൊത്തം ചരിത്രത്തിൽ തന്നെ പുതിയൊരു കോൺസെപ്റ്റിൻ്റെ രൂപമെടുക്കലാണ് ശരിക്കും നടക്കുന്നത്. കോൺസെപ്റ്റ് ഒരുപക്ഷെ മുൻപേ പലയിടത്തും അപ്ലിക്കബിൾ ആയിരുന്നിരിക്കാം, എങ്കിലും ഇപ്പോഴാണത് അതിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന രീതിയിലേക്ക് ഉയർന്നു വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടം. ആ തിയറി ഇതാണ്: നാഷണാലിസം, സ്വന്തം രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് നാഷണാലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് 1800-കളിലൊക്കെ ഇന്ത്യ എന്ന രാജ്യം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന നാഷണാലിസം. കാരണം സിപ്പോയ് മ്യൂട്ടണി എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുന്ന ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും നമ്മുടെ വികാരത്തെ ഏറ്റവും കൂടുതലായിട്ട് ഉത്തേജിപ്പിച്ചത് നമ്മളീ പറയുന്ന ഈ നാഷണാലിസം എന്ന ഫീലിംഗാണ്. നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിലാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഒരുപാട് പേര് അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനും, അതുപോലെ തന്നെ അതിൽ നിന്നൊരു മോചനം ഇന്ത്യക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ കടന്നു വരാനൊക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നാഷണാലിസം. യൂറോപ്യൻസിൽ എങ്ങനെയാണ് ഈ ഒരു നാഷണാലിസം എന്ന ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു രാജ്യം, ആ രാജ്യത്തോട് ആ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധത എത്രത്തോളമാണ്, സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളതിനെ നിർവചിക്കുന്ന ഒരു കാലഘട്ടം. The rise of nationalism and national movements in the 20th century is a manifestation of struggles for national liberation and self-determination in countries and regions of the Third World dominated by the colonialism and imperialism. With the internationalization of capital and imperialist domination across the globe, nationalism has become a worldwide phenomenon, spreading to every corner of the world. National struggles against foreign domination in Asia, Africa, and the Middle East had taken the form of anti-colonial or anti-imperialist liberation struggles. Nationalism became more organized and powerful in Asia and Africa after the First World War. Many leaders of freedom movement in Asia and Africa had supported the war efforts of Britain and France in the hope of that their country would win freedom, or at least more rights, after war was over. Their hopes had been believed, and the imperialist leaders soon made it clear that the wartime slogans of freedom and democracy were not meant for colonies. However, the war had weakened the imperialist countries and had contributed to the awakening of the colonial people. Their struggle for freedom entered a new phase after the war. The support of Soviet Union further added the strength of this freedom movement, even though most of the countries of Asia and Africa emerged as independent nations after the Second World War. The period after the First World War saw the weakening of imperialism.
അപ്പോൾ ഞാൻ ആ ഒരു പാരഗ്രാഫ് അവസാനിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് വായിച്ചു പോയതാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, നാഷണാലിസം എന്ന ഫീലിംഗ് ആദ്യമുണ്ടായത് യൂറോപ്യൻസിന് അല്ല. ശരിക്കും അതൊരു അഭിനിവേശമായിട്ട് അല്ലെങ്കിൽ ഒരു അടക്കി നിർത്താൻ കഴിയാത്ത വികാരമായിട്ട് മാറിയത് ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെയാണ്. കാരണം ഇമ്പീരിയലിസ്റ്റ് ചിന്താഗതി, രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന കൊളോണിയലിസത്തിൻ്റെ മുഖമായിട്ടുള്ള ഇമ്പീരിയലിസം നടപ്പിലാക്കാൻ ചില രാജ്യങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് പ്രതിരോധിക്കേണ്ട ആവശ്യം ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള കോളനികൾക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ കോളനികളിൽ നിന്നാണ് ആദ്യമായിട്ട് ഒരു നാഷണാലിസ്റ്റ് ഫീലിംഗ് കടന്നു വരുന്നത്. ഒപ്പം തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എൻറ്റയർ വേൾഡിൽ, ഇപ്പോൾ ഒരു അമേരിക്കക്കാരന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൈസ എടുത്തിട്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിക്ഷേപിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അയാൾക്ക് അതിൽ നിന്ന് വളരെ വലിയ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ലാഭം ഉണ്ടാക്കാം. അതിനൊന്നും ആരും തന്നെ ഇവിടെ ചോദ്യം ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ധാരണ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ സ്പ്രെഡിങ് ഓഫ് ദി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഗ്രോയിങ് അപ്പ് ദി ക്യാപിറ്റൽ ഓഫ് സെർട്ടൺ പീപ്പിൾസ്, വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ഇതുള്ളൂ, ക്യാപിറ്റലുള്ളൂ. അവരത് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിക്ഷേപിക്കുന്നു, അവിടെ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആഫ്രിക്ക, ഏഷ്യ പോലെയുള്ള രാജ്യങ്ങളിലെ ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനമല്ല എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക്. മറ്റു രാജ്യങ്ങൾ, വിദേശികളാണ് നമ്മളെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് തയ്യാറായി. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള സമരം കൂടിയാണ്. കാരണം ജർമ്മനി പോലൊരു രാജ്യം, ഓസ്ട്രിയ പോലൊരു രാജ്യം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയൊക്കെ കീഴിലായി പോയി എന്നുള്ളൊരു തിരിച്ചറിവ് അവരെ ലോകത്തിന് മുൻപിലേക്ക് ഉയർന്നു വരാനായിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ള ചിന്ത അവരിൽ വരികയാണ്. ആ ഒരു തോട്ട്, അങ്ങനെ ഒരു ചിന്ത അവരിലുണ്ടായത് കൊണ്ടാണ് ഒരു പക്ഷേ അവരത്തരത്തിലൊരു അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് വന്നുകൂടാ, ആരാണ് അതിന് തടസ്സം, ആ തടസ്സം നിൽക്കുന്ന രാജ്യത്തിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. ഈ ഒരു പോളിസിയാണ് ജർമ്മനി ആ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ ബ്രിട്ടൻ നടപ്പിലാക്കിയ ഒരു രീതി എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കോളനികളെ കൂടി യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെ? ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് കോളനികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ യുദ്ധത്തിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരും. അപ്പം മാൻ പവറിൻ്റെ സ്ഥാനത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കോളനികളുടെ മാൻ പവറാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സാണ്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ശരിക്കും നഷ്ടമുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇംഗ്ലണ്ടിന് വരുന്നൊരു നഷ്ടത്തിൻ്റെ ഒരു വിഹിതം കോളനികൾ സഹിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ യുദ്ധം അവസാനിക്കാറായ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ടൊരു കാര്യം പറഞ്ഞു: സ്വാതന്ത്ര്യം നിങ്ങൾക്കല്ല, ഞങ്ങൾക്ക് നേടിയെടുക്കാനാണ് ഈ സമരം അല്ലെങ്കിൽ ഈ യുദ്ധമെന്ന്. അപ്പോൾ തന്നെ ഇവർ തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു, കോളനികളൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവരുടെ കൂടെ വന്നത്. അവസാന നേരത്തെ അവർ കാലു മാറി. എന്നിരുന്നാലും സെക്കൻഡ് വേൾഡ് വാറോട് കൂടി അതിലും കൂടി സഹകരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നിർബന്ധമായിട്ടും സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളത് കോളനികൾ അവരുടെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുകയും അതിന് വഴങ്ങി കൊടുക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സെക്കൻഡ് വേൾഡ് വാറോട് കൂടി ലോകത്തുണ്ടാവുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നതും പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു. The Second World War gave a great inspiration to nationalism and nationalist movement in the colonies of Asia and Africa. During the war period, people of the colonies wholeheartedly supported their masters because
they realized that the new imperialist powers like Germany and Italy were more dangerous than Britain and France. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ജർമ്മനിയെ ഇറ്റലിയെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ ലോകത്തിന് മുൻപിലേക്ക് വളർന്നു വരാൻ അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ബ്രിട്ടനും ഫ്രാൻസും കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഒരു ഇമ്പീരിയലിസ്റ്റ് ചിന്താഗതി വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് പല കോളനികളും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത രാജ്യങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. വിച്ച് മീൻസ് എന്തുകൊണ്ടാണ് ബ്രിട്ടനെയും ഫ്രാൻസിനെയും എതിർക്കാത്ത രാജ്യങ്ങൾ ജർമ്മനിയെയും ഇറ്റലിയെയും ഇമ്പീരിയലിസത്തിനെതിരായിട്ട് എതിർത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനേക്കാളും ഫ്രാൻസിനേക്കാളും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള അതിക്രമം അഴിച്ചുവിടുന്ന രാജ്യങ്ങളാണ് ജർമ്മനിയും ഇറ്റലിയും എന്നുള്ള തിരിച്ചറിവാണ് കോളനികൾ ബ്രിട്ടനെയും ഫ്രാൻസിനെയും സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം. ബിസൈഡ്സ്, the declaration made by the heads of Britain and USA through the Atlantic Charter gave them great expectation. The charter declared that people have the right to choose the type of government by they want. Before the war, the people and leaders of the colonies believed that it would be difficult to defeat European powers, but reverses faced by the colonial countries like Britain and France at the initial years of the war destroyed the myth of European invincibility. During the war period, thousands of youth were recruited to the army and they fought for their masters in different parts of the world. Most of them became unemployed after the war. Their martial spirit and experiences of working together contributed to the growth of nationalism in the colonies in the post-war period. അപ്പോൾ ഇവിടെ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. പ്രതിസന്ധി മറ്റൊന്നുമല്ല, ഒരു അറ്റ്ലാന്റിക് ചാർട്ടർ ക്രിയേറ്റ് ചെയ്തു. അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷനാണ്, ഒരു വിളംബരം. ഡിക്ലറേഷനിൽ അവർ പറയുന്ന, വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധം കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം ജയിച്ചാൽ എല്ലാവർക്കും അവർക്ക് ഏത് ഗവൺമെൻറ്റാണോ വേണ്ടത്, ഇപ്പോൾ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റാണ് ആവശ്യമെങ്കിൽ ഇന്ത്യക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് US-ൻ്റെയും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെയും നേതാക്കന്മാർ കൂടിച്ചേർന്ന് പുറപ്പെടുവിച്ച അറ്റ്ലാന്റിക് ചാർട്ടറിൽ അവർ പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിചാരിച്ചു കോളനികൾക്കും ഈ അധികാരം അവർ തരുമെന്ന്. പക്ഷെ അവരുദ്ദേശിച്ചത് അവരുടെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിലും അമേരിക്കയിലും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാമെന്നാണ് അവരുദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവർ അറ്റ്ലാന്റിക് ചാർട്ടറിൽ പറഞ്ഞത് ഗവൺമെൻറ് ഏത് തരത്തിലുള്ളത് വേണമെന്നാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഗവൺമെൻറ്റിന് തരാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് ഇതാണ്, അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ലായിരുന്നു ഇത് കൊളോണിയൽ പവറിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ചാർട്ടറാണ്, നമുക്കൊന്നും ഈ സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വന്നു. ഈ റിക്രൂട്ട് ചെയ്ത ആർമിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവരുടെ ഈ ഒരു വേൾഡ് വാറിൻ്റെ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാനില്ല, ഇവർക്ക് ജോലി ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അത്രയും അധികം ആൾക്കാരെ ആർമിയുടെ ഭാഗമായിട്ട് നിലനിർത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് ഇംഗ്ലണ്ടിൽ നിലനിൽക്കുകയാണ്. ഡ്യൂറിങ് ദ വേൾഡ് വാർ പീരീഡ് ഇൻ യൂറോപ്പ് ഓൾസോ nationalism turned into a new dimension. The participants in the war wanted to win their side at any cost. They did massive propaganda to get the mental and physical support of the entire people towards the war efforts of the government. There were increased need of troops, weapons and other war equipments
and money during the wartime. The spirit of nationalism and patriotism would help the government to gain all this without any protest. During the wartime, Britain accepted the conscription system to meet the shortage of troops. Women were employed in all sectors of production and service. The British placed immense reliance, therefore, on propaganda to justify the war to the people, to help and promote recruitment into armed forces and convince the population that their sacrifices would be rewarded. അപ്പോൾ ഇവിടെ വന്നൊരു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം, യൂറോപ്പിലൊക്കെ നാഷണാലിസം എന്നത് വളരെ വലിയൊരു ഫീലിംഗ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. കാരണം രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല യുദ്ധത്തിൽ. ജർമ്മനിയും ഇറ്റലിയും ശക്തമായിട്ട് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ജർമ്മനിക്കും ഇറ്റലിക്കും സാധ്യമാകും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഈ സമയത്താണ് ബ്രിട്ടൻ എന്ത് ചെയ്തത്, മാക്സിമം ആൾക്കാരെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് യുദ്ധത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രൊപ്പഗാൻഡ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അതിലൂടെ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി, യുദ്ധം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ല, നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. യുദ്ധം ജയിക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ആണ് എന്നുള്ളൊരു വികാരം അവരിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് മിലിറ്ററി ഫോഴ്സ് വേണ്ടപ്പോഴും യുദ്ധ ഉപകരണങ്ങൾ വേണ്ടപ്പോഴും പണം ആവശ്യമായിട്ട് വന്നപ്പോഴൊക്കെ വലിയ നിർബന്ധം പിടിക്കാതെ തന്നെ ആളുകൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഈവൻ ഇവിടെ പറയുന്നു, വിമൺ പോലും എന്തിലേക്ക് ചെല്ലാൻ തുടങ്ങി, മിലിറ്ററി ഫോഴ്സിലേക്ക് കടന്നു ചെല്ലാൻ തുടങ്ങി. അതുവരെ മിലിറ്ററിയിൽ ആണുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരാൻ താല്പര്യം കാണിച്ചത് അവർക്ക് അവരുടെ രാജ്യത്തോടുള്ള അമിതമായിട്ടുള്ള താല്പര്യമാണ്. ആ ഒരു ഫീലിംഗ് ആണ് നാഷണാലിസം എന്ന് പറയും. അത് ഇവരൊരു പ്രൊപ്പഗാൻഡയിലൂടെ കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇംഗ്ലണ്ട് കൃത്യമായിട്ട് നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. ലോർഡ് കിച്ച്നർ ടു ഇൻസ്പയർ യൂത്ത് ടു എൻലിസ്റ്റ് ഇൻ ദി ആർമി issued posters with the caption "Your country needs you." വളരെ കാച്ചിങ് ആയിട്ടുള്ളൊരു ക്യാപ്ഷനാണ്. നാഷണാലിസത്തെ ഇത്രയുമേൽ ടച്ച് ചെയ്യുന്ന വേറൊരു ക്യാപ്ഷൻ ഒരു പക്ഷേ ഉണ്ടാവില്ല. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, യുവർ കൺട്രി നീഡ്സ് യു, നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങളെ വേണം. ഇത് പറയുമ്പോൾ രാജ്യസ്നേഹമുള്ള ഏതൊരാളും ഓക്കെ, എൻ്റെ ആവശ്യം എൻ്റെ രാജ്യത്തിനുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാൻ തയ്യാറാണ്. ഈ ഒരു ഫീലിംഗ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ യുദ്ധത്തിൽ ഇനി ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കിച്ച്നർക്ക് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അതുപോലെ തന്നെ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും സമ്മാനം കിട്ടും, റിവാർഡ് ഉണ്ടായിരിക്കും എന്നിവർ പറഞ്ഞ് ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതും വിശ്വസിച്ച് എന്തെങ്കിലും യുദ്ധത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് നേടാം എന്ന് വിചാരിച്ച് യുദ്ധത്തിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. The national spirit inculcated among the people, especially among the youth, had its impact in the post-war Britain. The Labour Party emerged as a prominent power in Britain. In 1924, MacDonald became the first Labour Minister of Britain. In 1930s, the party drifted more to the left and stood for nationalization of industries. They believed in constitutional methods to achieve socialism. In the election of 1945, the Labour Party again came into power in England. It gave great enthusiasm to the national movement of the colonies. In colonies like India, national movement gained and added strength during the period. അപ്പോൾ ഇവിടെ വന്നൊരു അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് 1924 ആദ്യമായിട്ട് ലേബർ പാർട്ടി, തൊഴിലാളികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു പാർട്ടി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നു. ഇംഗ്ലണ്ടിൻ്റെ ഒരു നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ
ഇക്കോണമിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്. എന്നിട്ട് പോലും ലേബർ പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കത്തക്ക രീതിയിലേക്കുള്ള ഭൂരിപക്ഷം അവിടുത്തെ ജനങ്ങൾ കൊടുത്തു. അപ്പോൾ അത് ലോകത്ത് വലിയൊരു മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു ഇലക്ഷനായിരുന്നു 1924 നടന്നു. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ ഇവിടെ അവസാനിച്ചു. 1930 കൂടിയിട്ട് ലേബർ പാർട്ടി പൂർണ്ണമായിട്ടും ലെഫ്റ്റിസ്റ്റ് ഇടത് ചിന്താഗതിയിലേക്ക് മാറാൻ തുടങ്ങി. സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊരു ആശയത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറാനായിട്ട് തുടങ്ങി. ഈ ക്യാപിറ്റലിസ്റ്റ് ചിന്തയ്ക്കെതിരായിട്ട് ഈ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉയർന്നു വന്നതുകൊണ്ടാണ് ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികൾ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ 1945 ബ്രിട്ടനിൽ വീണ്ടും ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാനായിട്ട് തയ്യാറായി. ദാനം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പൂർണ്ണമായിട്ടും ബ്രിട്ടനോട് സഹകരിച്ചതുകൊണ്ടാണ് ബ്രിട്ടൻ നമുക്ക് സ്വാതന്ത്ര്യം തരാനായിട്ട് തയ്യാറായത്. അപ്പോൾ ആ ഒരു ഫീലിംഗ്, നാഷണാലിസം എന്ന ഫീലിംഗ് എത്രത്തോളം ഇംഗ്ലണ്ടിനെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടത്. ഇനി ഡീകോളനൈസേഷൻ. ഇത്രയും നാളും കോളനി വൽക്കരണമായിരുന്നു, ഉണ്ടാക്കി എടുക്കുകയായിരുന്നു. ഇനി ആ കോളനികളൊക്കെ വിട്ടുകൊടുക്കുകയാണ്, ഫ്രീ ആക്കുകയാണ്. ലെറ്റ് ദം ഫ്രീ ആക്കുമ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, ഉപയോഗിച്ച് ചണ്ടിയായ വസ്തുവിനെ എറിഞ്ഞു കളഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അതിന് പല ഉദാഹരണങ്ങൾ എടുക്കാം. ഇന്ത്യ എടുക്കാം. ഇന്ത്യ എന്ന രാജ്യം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രവിശ്യകൾ ഉൾപ്പെട്ട വലിയൊരു രാജ്യം. അതിനെ ആദ്യമേ തന്നെ കീറിമുറിച്ച് രണ്ടാക്കി. അതും മതത്തിൻ്റെ പേരിൽ 2 വിഭാഗങ്ങളായിട്ട് ചേരിതിരിച്ചു. എന്നിട്ട് 2 പേരിട്ട് 2 രാജ്യങ്ങളാക്കി. ഇന്ത്യയുടെ നടു അപ്പം തന്നെ ഒടിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ത്യ എന്നൊരു രാജ്യത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയാക്കി. ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്താൻ ക്യാപിറ്റൽ ഇല്ലാത്ത രാജ്യം. കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധി കൊടുക്കാമെന്ന് വെച്ചാൽ എല്ലാ കാർഷിക വിഭവങ്ങളും ഇവിടെ നിന്ന് സ്ക്യൂസ് ചെയ്ത് കൊണ്ടുപോയവർ, ഊറ്റിയെടുത്ത് കൊണ്ടുപോയി. ഇനി ഇവിടെ ഒന്നുമില്ല പുതിയതായിട്ട്. നാച്ചുറൽ റിസോഴ്സസ് ഒന്നും തന്നെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. കൽക്കരി ഖനനായാലും ഇരുമ്പ് വ്യവസായമായാലും ഇതിൻ്റെയൊക്കെ ഒരു വ്യാവസായിക രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ എന്തു വെച്ചിട്ടാണ് ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ട് വരേണ്ടത്? ട്രേഡിൽ ആകെ ഒരു രാജ്യമായിട്ട് മാത്രമേ നമുക്ക് കണക്ഷനുള്ളൂ, അത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ അനുവദിക്കുന്നവരുമായിട്ട് മാത്രമേ നമുക്ക് പിന്നീട് ഇൻ്റർ കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഉപയോഗശൂന്യമായ വസ്തു ഉപേക്ഷിച്ചു എന്ന് മാത്രം. അതാണ് യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളിലും നടന്നിട്ടുള്ള ഡീകോളനൈസേഷൻ, ഇൻക്ലൂഡിങ് ഇന്ത്യ. നമ്മളിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്നുള്ള തിരിച്ചറിവാണ് ബ്രിട്ടൻ നമ്മൾ ഉപേക്ഷിക്കാൻ കാരണം. രണ്ടാമത്തെ കാരണം, സെക്കൻഡ് വേൾഡ് വാറിൽ ജയിച്ചെങ്കിലും അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി കോളനികളെ കൂടി ഭരിക്കാനുള്ള ഒരു സാഹചര്യം ബ്രിട്ടനില്ലാത്തതുകൊണ്ട് നമ്മളെ ഉപേക്ഷിക്കാൻ തയ്യാറായി. മൂന്നാമത്തെ കാരണം, കോളനികളിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അതിനെ കൂടി തടഞ്ഞു നിർത്താൻ ബ്രിട്ടന് കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് മൂന്നാമത്തെ കാരണം. അപ്പോൾ ഇങ്ങനെ 2-3 കാരണങ്ങൾ കൊണ്ടാണ് ഡീകോളനൈസേഷൻ എന്ന പ്രക്രിയ നടപ്പിലായത്. എന്തു തന്നെയായാലും സ്വാതന്ത്ര്യം നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നമുക്ക് മറക്കാനായിട്ട് ഒരിക്കലും പറ്റൂല. അപ്പോൾ എന്താണ് ഡീകോളനൈസേഷൻ, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. One of the most important outcome of the Second World War was the end of direct colonial rule in different parts of the world, particularly in Asia and Africa. Due to the rising tide of anti-colonial movement, British, Dutch, French and Portuguese rule ended in many countries. It is clear that after the Second World War, views of colonialism were changing at the international political level, and these newfound views were not in favor of European countries. When the United Nations was founded in 1945,
some 750 million people, nearly a third of the world's population, lived in the territories that were dependent on colonial powers. Decolonization is a process by which colonies become independent of the colonizing country. Decolonization was gradual and peaceful for some colonies, largely settled by expatriates, but violent for others, where native rebellions were energized by nationalism. The process of the withdrawal of imperialist powers from the overseas colonies is known as decolonization. ഇപ്പോൾ ഇവിടെയാണ് കൃത്യമായിട്ട് ഡീകോളനൈസേഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ദി വിഡ്രോവൽ ഓഫ് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് ഫ്രം ദി ഓവർസീസ് കോളനീസ്. അതായത് അവരുടെ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ അവർക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണോ അതിനവർ പിൻവലിക്കുകയാണ്. ഇപ്പോൾ ബ്രിട്ടന് ഇന്ത്യയിലൊരു പ്രാധാന്യമുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമെന്ന പദവിയുണ്ട്. അതിനവർ കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുകയാണ്. ആ വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഈ പറയുന്ന ഡീകോളനൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഡീകോളനൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഇതാണ്. പിന്നെ വിപുലീകരിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അപ്പോൾ ഇവിടെ പറയാണ് ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ കടന്നുവരവോട് കൂടി ഉണ്ടായ വലിയൊരു മാറ്റത്തെ കുറിച്ചിട്ട് പറയാണ്. മാറ്റം മറ്റൊന്നുമല്ല, ഈ രാജ്യത്തിൻ്റെ ഈ ഒരു സംഘടനയുടെ കടന്നുവരവോട് കൂടി ഏകദേശം 750 മില്യൺ ജനങ്ങൾക്കും തിരിച്ചറിവുണ്ടായി. നമ്മൾ കൊളോണിയൽ പവറിൻ്റെ കീഴിലാണ് നിലനിൽക്കുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ നിലനിൽക്കേണ്ട ആവശ്യം? നമ്മൾ സ്വതന്ത്രരാക്കപ്പെടേണ്ടവരാണ്. ആ സ്വതന്ത്രരാക്കപ്പെടേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് വന്നതോട് കൂടിയിട്ടാണ് ഒരുപാട് രാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. ആ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടും പലരും നാഷണാലിസം എന്ന ഫീലിംഗ് തിരിച്ചറിഞ്ഞ് ചെറിയ രീതിയിൽ അവരുടെ മേഖലകളിൽ ചെറിയ ചെറിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഡീകോളനൈസേഷൻ്റെ ആവശ്യകത യൂറോപ്യൻ പവേഴ്സിന് മുൻപിലേക്ക് കടന്നു വരുന്നത്. After the Second World War, European countries generally lacked the wealth and political support necessary to suppress faraway revolt. The war impoverished the European powers and weakened their control over the colonies. All countries were forced to reduce their military strength to cut short the expenses. Besides, both the winners and the losers had to face many internal problems. Unemployment, shortage of food grains, reconstruction of roads, bridges, houses and buildings, relief measures to the war-affected people and labor unrest were some of the serious problems faced by the all post-war governments. So, the colonial countries could not protect their interest and authorities in far-away colonies. ഇവിടെ ഒരു വലിയ പ്രതിസന്ധി നേരിടാണ്. പ്രതിസന്ധി മറ്റൊന്നുമല്ല, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി എല്ലാ രാജ്യങ്ങളും തന്നെ, ഇത് ജയിച്ചവരെന്നില്ല തോറ്റവരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ കുറേ പ്രതിസന്ധി നേരിടേണ്ടി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പ്രതിസന്ധികളിൽ ചിലതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ രാജ്യങ്ങളും തന്നെ നേരിട്ട പ്രശ്നമാണ് അൺഎംപ്ലോയ്മെൻറ്റ്. എന്തുകൊണ്ട് ഇത്രയും രൂക്ഷമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ടായിരുന്ന തൊഴിൽ മേഖല ഉപേക്ഷിച്ച് എല്ലാവരും തന്നെ 18-20 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവരും തന്നെ എന്തിലേക്ക് കിടക്കാൻ തുടങ്ങി? നേരെ മിലിറ്ററി ഫോഴ്സിൽ ചേരാൻ തുടങ്ങി. അവർ പിന്നെ മിലിറ്ററിയുടെ ഭാഗമാണ്. അപ്പം യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിലിറ്ററിക്ക് എന്താണ് ഉപയോഗം? സ്റ്റാൻഡിങ് ആർമി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം മതി. ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആക്സിസിന് വേണ്ടി. ഇപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, USA ഈ 3 രാജ്യങ്ങളും കൂടിയിട്ടുള്ള ഒരു സഖ്യം, ഇപ്പുറത്ത് ജർമ്മനി, അതുപോലെ തന്നെ ഇറ്റലി, ജപ്പാൻ അടങ്ങുന്ന മറ്റൊരു വിഭാഗം. അപ്പോൾ ഈ 2 വിഭാഗത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 2 വിഭാഗത്തിന് വേണ്ടി
ഓൾമോസ്റ്റ് കോടിക്കണക്കിന് ആൾക്കാരാണ് ഓരോ സൈഡിലും മത്സരിക്കുന്നത്. ഈ കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു സ്റ്റാൻഡിങ് ആർമിയെ ഒരു രാജ്യവും നിലനിർത്തില്ല. കാരണം ഹ്യൂജ് എക്സ്പെൻസാണ്. അപ്പോൾ ഈ ആർമിയെ പിരിച്ചു വിടുക എന്നുള്ളത് വളരെ രൂക്ഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും തന്നെ. അപ്പോൾ ഇവർക്ക് പിന്നെ വേറൊരു ജോലിയില്ല, തിരിച്ചു വരുമ്പോൾ അവരുടെ പഴയ ജോലി അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അവസ്ഥയായിരുന്നു. രണ്ടാമത്തെ വലിയൊരു രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി ഫുഡ് ഗ്രെയിൻസിൻ്റെ അൺഅവൈലബിലിറ്റിയാണ്. കിട്ടാനില്ല. എന്താണ് കഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ട് ഒന്നുമില്ല കഴിക്കാൻ. എല്ലാവരും യുദ്ധം യുദ്ധം യുദ്ധം. അവിടെ കാർഷിക മേഖലയെ ശ്രദ്ധിച്ചില്ല, ട്രേഡിനെ ശ്രദ്ധിച്ചില്ല, എല്ലാം കൊളാപ്സ് ആയിപ്പോയി. അതുപോലെ തന്നെ റോഡുകൾ, അത് എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം തകർന്നു. കാരണം ഒരു ബോംബ് വന്ന് വീഴുമ്പോൾ ആ ഒരു പ്രദേശത്തെ മുഴുവൻ ഏരിയ നഷ്ടമാവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റീകൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സേഫ് ഗാർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. അതിനെ മറികടക്കാനായിട്ട് എല്ലാ ഗവൺമെൻറ്റിനും തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു. The colonial nations also faced opposition from the new superpowers, the US and the Soviet Union, both of which had taken position against colonialism. After the Second World War, the rise of USA and Soviet Union as the superpowers of the world and decline of the status of England and France in international politics. Russia was against imperialism and the socialist countries under her leadership gave financial and ideological support to the freedom movement in the colonies. Though a capitalist country, USA also was against the traditional form of colonialism. In order to prevent the spread of communism into third world countries, USA also support the anti-colonial movement. അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്തിൻ്റെ മുൻപിലേക്ക് ഉയർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ്. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയനും. അമേരിക്ക ക്യാപിറ്റലിസം മുറുകെ പിടിച്ച് മുന്നോട്ട് വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ച ആശയം കമ്മ്യൂണിസമാണ്. ലോകത്തെ ഞെട്ടിച്ച തൊഴിലാളി വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സോവിയറ്റ് യൂണിയൻ ആ ആശയത്തെ മുറുകെ പിടിക്കുന്നു, തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്ന രാജ്യമായതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു? ശക്തമായിട്ട് എതിർത്തു. കാരണം സോവിയറ്റ് യൂണിയൻ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, കൊളോണിയലിസം തകർക്കപ്പെടേണ്ടതാണ്, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിരുന്നിട്ടും തങ്ങളുടെ കീഴിൽ അധികം രാജ്യങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ US-ഉം കൊളോണിയലിസത്തെ ശക്തമായിട്ട് എതിർത്തു. കാരണം പുതിയൊരു പവറായിട്ട് US ഉയർന്നു വന്നിരിക്കുകയാണ്. ആ സമയത്ത് ബ്രിട്ടനെയും ഫ്രാൻസിനെയും വലിയ ശക്തിയായിട്ട് നിലനിൽക്കാൻ അനുവദിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കൊളോണിയലിസം തകർക്കപ്പെടണമെന്ന് US-ഉം ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് US-നെ സംബന്ധിച്ചിടത്തോളം. US കുറേ കാലം ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന രാജ്യമാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ് അവരും കൊളോണിയലിസം തകർക്കപ്പെടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് ശക്തമായിട്ട് എല്ലായിടത്തുനിന്നും പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. The steps taken by the UNO against colonialism and imperialism also fostered decolonization. The General Assembly in 1960 adopted its landmark declaration on granting of independence to colonial countries and peoples. The declaration affirmed that the right of the people to self-determination and proclaimed that colonialism should be brought to a speedy and unconditional end. 2 years later, a special committee on decolonization was established to monitor its implementation. അപ്പോൾ ഇവിടെ UNO ശക്തമായിട്ട് ഇടപെടുകയാണ്. അടിമകളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ കൊളോണിയൽ പവറിന് കീഴിലിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുക്കണം, നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ട് അവരൊരു ഡിക്ലറേഷൻ ഇറക്കി, ഗ്രാൻഡിങ് ഓഫ് ഇൻഡിപെൻഡൻസ് ടു കൊളോണിയൽ കൺട്രീസ് ആൻഡ് പീപ്പിൾസ്. അതിന് പ്രകാരം ആരുടെയൊക്കെ കീഴിൽ കോളനികളുണ്ടോ ആ കോളനികൾക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് UNO ശക്തമായിട്ട്
ഈ പറഞ്ഞ ബ്രിട്ടൻ ആയാലും ഫ്രാൻസിനായാലും ശക്തമായിട്ടുള്ള താക്കീത് കൊടുക്കാനായിട്ട് തുടങ്ങി. അവരോട് ഉറപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന്. ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ആൻഡ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ ഡീകോളനൈസേഷൻ. The basic nature of colonial rule was exploitation, and it fostered unprecedented unity among the people of the colonies to protect against colonial rule. In countries like India, colonial exploitation was the largest single unifying force which fostered nationalism. അപ്പോൾ ഇവിടെ വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. നാഷണാലിസം എന്ന് പറയുന്ന വികാരം ജനങ്ങളെ കൂടുതലായിട്ട് ഉദ്ബോധിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കണം, അല്ലെങ്കിൽ കൊളോണിയൽ പവറിൽ നിന്ന് ഒരു വിഡ്രോവൽ ലഭിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ദ സോഷ്യോ ഇക്കണോമിക് ഡോമിനേഷൻ ഓഫ് ദി യൂറോപ്യൻ provoked the western educated middle class people for colonies. This discontented middle class led to the national movement in colonies. അപ്പോൾ ഇവിടെ ഒരു പുതിയ വിഭാഗം, ട്രേഡിലൂടെ ഉയർന്നു വരുന്ന ഒരു പുതിയ വിഭാഗം ആൾക്കാർ തന്നെയുണ്ട്. ആ ഒരു ഗ്രൂപ്പിനെയാണ് മിഡിൽ ക്ലാസ് പീപ്പിൾ എന്ന് പറയുന്നത്. ഈ മിഡിൽ ക്ലാസ് പീപ്പിൾ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് കോളനികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. കാരണം ഒരു കോളനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മാത്രമേ ആ കോളനിക്ക് സ്വന്തമായിട്ടൊരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് മുഴുവൻ ആർക്ക് പോവും? മദർ കൺട്രിയിലേക്ക് കൺവേർട്ടഡ് ആയി പോകും. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മിഡിൽ ക്ലാസ് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദി ഡീകോളനൈസേഷൻ പ്രോസസ്, ഇംഗ്ലണ്ട് ഹാഡ് ലോസ്റ്റ് ഓൾ ഹെർ കോളനീസ് immediately after the Second World War. Immediately after the war, the First World War itself, colonies began to demand complete independence. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നതോട് കൂടി തന്നെ രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി, അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടണമെന്നുള്ളത് ആവശ്യപ്പെടാൻ തുടങ്ങി. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നത്. ആസ് എ റിസൾട്ട്, ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ 1922. Britain was forced to grant independence to Egypt through British troops continued to stay here. In 1931, complete freedom was granted to Australia and New Zealand. The demand for freedom grew more in 1930s, and it led to the dissolution of the empire after Second World War. Syria had been handed over to France after the war. Korea was freed in 1945 by Japan's defeat in the war. The US relinquished the Philippines in 1946. Britain left India in 1947, Palestine in 1948, and Egypt in 1956. It withdrew from Africa in 1950s and 60s from various island protectorates in 1970s and 80s, and from Hong Kong in 1997. The French left Vietnam in 1954 and gave up its North African colonies by 1962. Portugal gave up its African colonies in 1970s. Macau was returned to the Chinese in 1999. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ എത്ര വൈകിട്ടാണ് പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. പക്ഷേ അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണ്ടേ? ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും. ഈ വേൾഡ് വാർ സംഭവിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സ്വാതന്ത്ര്യം എന്ന ആശയമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് നേടിയെടുക്കാനായിട്ട് ഈ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും അതിനുവേണ്ടി അവർ വളരെയധികം പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് കൃത്യമായിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജാണ്. അവരതിനെ പ്രചോദിപ്പിക്കാനായിട്ട് കാരണമാവാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളത്. ഇനി പോസ്റ്റ് വാർ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ്. യുദ്ധമുണ്ടാക്കി വെച്ച
പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുൻപായിട്ട് നമുക്കൊരു ചെറിയ ടോപ്പിക് ഉണ്ട്, കോൺസെപ്റ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. വളരെ ചെറിയൊരു ടോപ്പിക്. അത് എടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് അടുത്ത പോർഷനെ കുറിച്ചിട്ട്, ഈ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ചിട്ട്, യുദ്ധം ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. Welfare state is a concept of government in which the state or well-established network of social institutions play a key role in the protection and promotion of the economic and social well-being of citizens. It is based on the principle of equality of opportunity, equitable distribution of wealth, and public responsibility for those unable to avail themselves of the minimal provision for a good life. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നതിൻ്റെ കാരണം, ഒരു രാജ്യത്ത് ഉള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ കിട്ടണം എന്നുള്ള ആവശ്യമാണ്. ഇപ്പോൾ എനിക്ക് രാജ്യത്തിൻ്റെ റിസോഴ്സ് ഉപയോഗിക്കാൻ കഴിയുന്ന പോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ റിസോഴ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റണം. എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തുള്ള മറ്റുള്ള എല്ലാവർക്കും, എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും പഠിക്കാനായിട്ട് കഴിയണം. അങ്ങനെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്റ്റേറ്റ് തന്നെ നേരിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിനെയാണ് വെൽഫെയർ സ്റ്റേറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. The general term may cover a variety of forms of economic and social organization. In Britain and some other countries, the welfare state is a system in which the government provides free social service such as health and education and gives money to people when they are unable to work. അതിപ്പോഴും നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില രീതികളാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ആരോഗ്യരംഗം, പ്രൈവറ്റുകളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, അതൊക്കെ വേറെ വശം. ഞാൻ പറയുന്നത് ഗവൺമെൻറ് ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡിൻ്റെ കാര്യത്തിൽ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നും അതിനുശേഷം ഇപ്പോഴും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ വലിയൊരു ചിന്തയ്ക്ക് കാരണമാകുന്ന ഒരു തോട്ടാണ്. ഐ മീൻ, ഇപ്പോൾ നോക്കുക, തുടങ്ങിയ സമയത്ത് കോവിഡിനെ പിടിച്ചു കെട്ടാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ്, ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഒരുപാട് നാള് നമ്മളെല്ലാവരിൽ നിന്നും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനൊക്കെ കാരണമായത് സ്റ്റേറ്റ് കൃത്യമായിട്ട്, ഗവൺമെൻറ് കൃത്യമായിട്ട് ഈ ആരോഗ്യരംഗത്ത് ഇടപെടുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ തിരഞ്ഞെടുത്തു. 97% കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക്. 100% നേടിയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 97% താഴാനായിട്ട് കാരണമായി. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായിട്ട് കേരളം തുടരുകയാണ്. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വേതനം പണ്ടോട്ടേ നിലനിൽക്കുന്ന സമ്പ്രദായമാണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. A fundamental feature of the welfare state is social insurance. Such insurance is usually financed by compulsory contribution and is intended to provide benefits to persons and families during periods of greatest need. അതിപ്പോഴും നിലനിൽക്കുന്ന സമ്പ്രദായം തന്നെയാണ്. സ്റ്റേറ്റ് 10 രൂപയ്ക്ക് ഇൻഷുറൻസ് പോളിസി, 1000 രൂപയ്ക്ക് ഫാമിലിക്ക് മൊത്തമുള്ള ഇൻഷുറൻസ് പോളിസി, ഇതൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പോളിസികൾ ഇറക്കും. നിങ്ങൾ പാരലൈസ്ഡ് ആയി കിടന്നാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ അതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയാണ് നോക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെൽഫെയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും തുടരുന്ന, എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. The welfare state also usually includes public provision of basic education, health service and housing. Anti-poverty program and the system of personal taxation may also be regarded as aspect of the welfare state. In the 20th century, as the earlier concept of passive laissez-faire state was gradually abandoned, almost all states sought to provide at least some of the all measures of social insurance associated with the welfare state. അപ്പോൾ അതുവരെ നിലനിന്നിരുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ലേസസ് ഫെയർ ആണ്. എല്ലാത്തിൽ നിന്നും ഗവൺമെൻറ് വിട്ടു നിൽക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ഒരു ഉന്നമനം സാധ്യമാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്
ഗവൺമെൻറ് എല്ലാവരുടെയും കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ മിനിമം കാര്യങ്ങളിലെങ്കിലും എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പോവർട്ടി ഇറാഡിക്കേഷൻ, ഈ കാര്യങ്ങളിലെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് വേണമെന്നുള്ള തിരിച്ചറിവാണ് ലെയ്സസ് ഫെയർ എന്ന ചിന്താഗതി മാറ്റി ഗവൺമെൻറ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് കടന്നു വരും. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡീകോളനൈസേഷൻ ഒന്ന്, മറ്റൊന്ന് നാഷണാലിസം എന്ന ഫീലിംഗ് ആണ്. നാഷണാലിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്വന്തം രാജ്യത്തോടുള്ള അമിതമായിട്ടുള്ള താല്പര്യവും രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും കാണിക്കുന്നതിനെയാണ് നാഷണാലിസം എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു ആശയം ഉയർന്നു വരികയും ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി ജനങ്ങളെ കൂടുതലായിട്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും സഹായിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് ഡീകോളനൈസേഷനാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറോട് ശേഷം നാഷണാലിസം കൂടുതലായിട്ട് ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി സ്വന്തം രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങി. ഒപ്പം തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നതോടുകൂടി കൊളോണിയൽ പവേഴ്സിന് അവരുടെ കീഴിലുള്ള കോളനികളെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഫ്രിക്ക ഉൾപ്പെടെയുള്ള കോണ്ടിനെൻറ്റുകളിൽ നിന്നൊക്കെ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളും ഇന്ത്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ മുൻപിലേക്ക് വരികയും ചെയ്തു. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസിനേക്കാളും ഇംഗ്ലണ്ടിനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുമെന്നുള്ള തിരിച്ചറിവ് അവരെ എതിർക്കാനും ഒപ്പം ബ്രിട്ടൻ്റെ കൂടെ നിന്ന് സഹായിക്കാനും കാരണമായി. ബ്രിട്ടൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് കൂടി ലഭിക്കുമെന്നുള്ള തിരിച്ചറിവായിരുന്നു കോളനികൾ ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ യുദ്ധത്തിൽ സഹായിക്കാൻ കാരണം. യുദ്ധം കഴിഞ്ഞ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും പോലെയുള്ള പ്രബല ശക്തികൾ മുന്നോട്ട് വന്നതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും പ്രാധാന്യം കുറയുകയും നിർബന്ധമായിട്ടും അവർക്ക് അവരുടെ കൊളോണിയൽ പവർ വിട്ടുകൊടുത്ത് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് കോളനൈസേഷൻ ഇത്ര ഫാസ്റ്റ് ആവാനായിട്ട് കാരണം. പിന്നെ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ള റെബല്യനും നാഷണാലിസം എന്ന ഫീലിങ്സ് ഉയർന്നു വരികയും അവരതിനുവേണ്ടി വാദിക്കുകയും ചെയ്തപ്പോൾ വിട്ടുകൊടുക്കുക അല്ലാതെ രാജ്യങ്ങൾക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് UN ശക്തമായിട്ട് ഇടപെടുകയും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എല്ലാ രാജ്യങ്ങൾക്കും പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തു. നിലനിന്നിരുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക്, ലെയ്സസ് ഫെയർ എന്ന കോൺസെപ്റ്റിൽ നിന്ന് വെൽഫെയർ എന്ന കോൺസെപ്റ്റിലേക്ക് രാജ്യങ്ങൾ എന്തുകൊണ്ട് വഴിമാറി എന്നുള്ളതാണ് നമ്മൾ അവസാന ഭാഗത്തിൽ കണ്ടത്. അതുവരെ രാജ്യം ഒന്നിലും ഇടപെടാതെ മാറി നിന്നുകൊണ്ട് കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ക്യാപിറ്റലിസത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ഗവൺമെൻറ് ചില കാര്യങ്ങളിലെങ്കിലും നിർബന്ധമായിട്ടും ഇടപെടാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അത്തരം ഇടപെടലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടൽ നടത്തുന്നു. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു.